മുടിയിലൊന്ന് തൊട്ടാൽ മതി, കൈ നിറയെ മുടി, അല്ല എങ്കിൽ വീട്ടിനകത്തൊക്കെ മുടി ചീകുമ്പോൾ ചീർപ്പിനകത്ത് നിറയെ മുടി, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ. സാധാരണയായി നമ്മുടെ തലയിൽ 1,00,000 മുതൽ 1,50,000 വരെ മുടിയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഈ മുടിയിൽ തന്നെ ദിവസവും ഒരു 100 മുതൽ 150 മുടി വരെ കൊഴിഞ്ഞു പോകാറുണ്ടല്ലേ. കൊഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ അത്രയും മുടി പുതിയതായി കിളിർത്ത് വരാറുണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഈ പറഞ്ഞതുപോലെ 100 മുതൽ 150 മുകളിൽ മുടി കൊഴിയുമ്പോഴാണ് സാധാരണയായി നമ്മൾ മുടി കൊഴിച്ചിലെന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ മുടി കെട്ടുമ്പോൾ, മുടി പിന്നിയിടുമ്പോഴോ മുടിയുടെ തിക്നെസ് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഹെയർ ഫാൾ ആണെന്ന്. എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ നെറ്റി കയറി വരിക, അല്ല എങ്കിൽ ബാക്ക് സൈഡിലൊക്കെ മുടി കുറയുക, ഈ അവസ്ഥയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹെയർ ഫാൾ ഉണ്ട് എന്ന്. നമ്മുടെ ഈ ഹെയർ ഫാളിനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ശിരോഭാഗത്തെ മുടികൾ കൂടുതൽ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിൽ ആൺ പെൺ മാതൃകാ കഷണ്ടി എന്നും, നമ്മുടെ ശിരോഭാഗത്തുള്ള മുഴുവൻ മുടിയും കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ സമ്പൂർണ്ണ കഷണ്ടി എന്നും, ശരീരത്തിലെ മൊത്തം മുടി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ സർവാംഗ കഷണ്ടി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ